ഇ.പി. ജയരാജൻ ജാവ്ദേക്കർ കൂടിക്കാഴ്ച വലിയ ചർച്ചാ വിഷയമായിരിക്കും. അതിൽ വീണ്ടും വിശദീകരണവുമായി ഇ.പി. ജയരാജൻ തന്നെ രംഗത്തെത്തുകയാണ്. അല്പം ബുദ്ധിയുള്ള ആരെങ്കിലും ബി.ജെ.പിയിൽ ചേരുമോ എന്നാണ് എൽ.ഡി.എഫ് കൺവീനർ ചോദിച്ചത്. പുറത്തുവരുന്ന വാർത്തകൾക്ക് അധികം ആയുസില്ല. ശോഭാ സുരേന്ദ്രനെ നേരിട്ട് കണ്ടിട്ടില്ലെന്നും വളരെ ആസൂത്രിതമായ ഗൂഢാലോചനയാണ് തനിക്കെതിരെ നടക്കുന്നതെന്നും ഇ.പി. ജയരാജൻ പറഞ്ഞു. അല്ല, ഞാൻ ബി.ജെ.പി ചേരാൻ ഈ കേരളത്തിൽ എൻ്റെ പൊസിഷൻ നോക്ക്. ആരെങ്കിലും പോയിട്ട് ആ ബി.ജെ.പി ചെയ്തു. ഒരല്പം ബുദ്ധിയുള്ള ആളുകൾ ആരെങ്കിലും അങ്ങനെ ചിന്തിക്കുമോ? ഇവരെപ്പോലെ അല്പബുദ്ധികൾ ചിന്തിക്കുക എന്നല്ലാതെ നിങ്ങൾ ഞാൻ ഈ കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പൊതുപ്രവർത്തകരല്ലേ. ഞാൻ പോയിട്ട് ബി.ജെ.പി ചേരുമോ കേരളത്തിൽ? അയ്യയ്യ, വൃത്തികെട്ട ഇങ്ങനെ കാര്യങ്ങൾ നിങ്ങൾക്ക് തന്നെ ഇത് കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കി പറഞ്ഞുകൂടെ? അത് ഞാൻ കിട്ടും. പക്ഷെ ഞാൻ ആ സ്ത്രീയെ എനിക്ക് ആ സ്ത്രീയെ ഇഷ്ടമല്ല. ഇത് പണ്ടേ തന്നെ അവരുടെ പ്രസംഗമൊക്കെ വളരെ ഓക്കൂടാണെന്നുള്ളത്. ഞാൻ അവരുമായി കാണുകയോ സംസാരിക്കുകയോ എവിടെയെങ്കിലും വെച്ച് പരോക്ഷമായി ഒരു സ്ഥലത്ത് വെച്ച് ഫോണിൽ പോലും ഞാൻ ആ സ്ത്രീയോട് ഇന്നുവരെ സംസാരിച്ചിട്ടില്ല. പിന്നെന്തിനാണ് ഇ.പി.യെ തന്നെ അവരിങ്ങനെ ടാർഗറ്റ്? എനിക്ക് തോന്നുന്നു അതിൻ്റെ ഒരു ആസൂത്രിതമായിട്ടുള്ളൊരു പദ്ധതിയുണ്ട്. ഞാൻ എന്നെ വന്ന് കാണുന്ന ആളുകൾ മുഴുവൻ ഒരാൾ എന്നെ വന്ന് കാണുന്നത് പാർട്ടി റിപ്പോർട്ട് ചെയ്യേണ്ട പ്രശ്നം എന്താ ഉള്ളത്? വല്ല രാഷ്ട്രീയ ഡിസ്കഷനോ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ? ഒരാൾ എന്നെ വന്ന് കാണും. ഞാനിപ്പോൾ നിങ്ങളിവിടെ വന്ന് എന്നെ കണ്ടു, ഞാൻ പോയി പാർട്ടിയോട് പറയണം. ഞാൻ പറഞ്ഞത് അവർക്ക് എന്തോ ഒരു അസൗകര്യമുണ്ട്, എന്തോ ഒരു അല്ല. ഞാൻ ഇന്ന് വരെ ആ ഹോട്ടലിൽ പോയിട്ടില്ല. ഞാൻ അതാ പറയുന്നത്, ഞാൻ ഇന്ന് വരെ ആ ഹോട്ടലിൽ പോയിട്ടില്ല. ഞാൻ 2 കൊല്ലമായി ഡൽഹി പോയിട്ട് ആകെ ഒരു പ്രാവശ്യമാണ് പോയത്. അത് ഞാൻ നേരത്തെ നിങ്ങളോട് പത്രക്കാരോട് പറഞ്ഞിട്ടുണ്ട്. ഞാൻ നിങ്ങളെ ഏൽപ്പിക്കുകയാണ്. നിങ്ങൾ പത്രക്കാരെ, അത് രണ്ടാമത്തത്, നിങ്ങൾ പത്രക്കാരെ ആ സ്ത്രീ പറയുന്ന കാര്യത്തിൽ എന്തെങ്കിലും യാഥാർത്ഥ്യമുണ്ടോ എന്ന് നിങ്ങൾ പോയി അന്വേഷിച്ചിട്ട് പറയും. ഇല്ലെങ്കിൽ പരസ്യമായ ആ സ്ത്രീയെ ശാസിക്കും. ഗോപാൽ ശീലാസനലുണ്ട് വിവരങ്ങൾ നൽകാനായി. ഗോപാൽ, അദ്ദേഹത്തിന്റെ പ്രതികരണം നോക്കൂ, എത്ര കൺവിൻസിംഗ് ആണ്. അദ്ദേഹം പറയുന്നത് അയ്യയ്യേ, ഞാനൊരു പ്രമുഖ നേതാവല്ലേ, ആരെങ്കിലും പോയി ബുദ്ധിയുള്ളവർ ചേരുമോ എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത്. കാരണം ഇത് കേട്ടാൽ സ്വാഭാവികമായിട്ട് നമ്മൾ വിശ്വസിക്കേണ്ടി വരും. കാരണം ഇ.പി.യെ പോലെ ഒരു പ്രമുഖനായ നേതാവ് ബി.ജെ.പിയുമായി കൂടിക്കാഴ്ച നടത്തുന്നു, ബി.ജെ.പിയിലേക്ക് പോകാൻ ചർച്ചകൾ നടത്തുന്നു എന്നൊക്കെ പറയുമ്പോൾ അതിലൊരു അവിശ്വസനീയത ഉണ്ടെന്ന് അദ്ദേഹം തന്നെ പറയുന്നുണ്ട്. മാത്രമല്ല, മാധ്യമപ്രവർത്തകരെ കൂടിയാണ് അന്വേഷിക്കാനായിട്ട് അദ്ദേഹം ഇത് ഏൽപ്പിച്ചിരിക്കുന്നത്. ഇന്നത്തെ അദ്ദേഹത്തിന്റെ വിശദീകരണം എന്തൊക്കെയായിരുന്നു ഗോപാൽ? ജിൻസി സൂചിപ്പിച്ചതുപോലെ തന്നെ വിശദീകരിച്ച് ഇ.പി. മുന്നോട്ട് പോകുന്നു എന്ന് വേണം ഈ ഘട്ടത്തിൽ പറയാൻ. ആദ്യത്തെ ഘട്ടത്തിൽ ഉണ്ടായിരുന്ന വിശദീകരണത്തെക്കാൾ കൂടുതൽ ഷാർപ്പായി ഇപ്പോൾ അദ്ദേഹം കാര്യങ്ങൾ പറഞ്ഞു പോകുന്നുണ്ട് എന്നത് മാത്രമാണ് വ്യത്യാസമായി ചൂണ്ടിക്കാണിക്കാനായിട്ടുള്ളത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇ.പി. ഇന്ന് തിരുവനന്തപുരത്തേക്ക് എത്തി എന്നുള്ളതാണ്. ഇ.പി. ജയരാജൻ സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിൽ പങ്കെടുക്കാൻ ഇന്ന് എത്തിയേക്കില്ല എന്നതായിരുന്നു ഒരു 90% സാധ്യതയും. ഇന്നലെ വൈകുന്നേരത്ത് അന്വേഷിക്കുമ്പോഴും അദ്ദേഹം തിരുവനന്തപുരത്തേക്കില്ല എന്നതാണ് നമുക്കറിയാൻ സാധിച്ചത്. എന്നാൽ ഇന്ന് രാവിലെ 6:50 എയർ ഇന്ത്യ വിമാനത്തിൽ അദ്ദേഹം തിരുവനന്തപുരം വിമാനത്താവളത്തിലെത്തി. അതിനുശേഷമാണ് അദ്ദേഹത്തിന്റെ പ്രതികരണം പുറത്തു വരുന്നത്. ആദ്യം ചോദിച്ച ചോദ്യം അച്ചടക്ക നടപടിയുമായി ബന്ധപ്പെട്ടതായിരുന്നു. ഇന്ന് സെക്രട്ടേറിയറ്റ് യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ടോ, അച്ചടക്ക നടപടിക്ക് സാധ്യതയുണ്ടോ എന്ന ചോദ്യമായിരുന്നു. സെക്രട്ടേറിയറ്റ് യോഗത്തിൽ പങ്കെടുക്കാനാണ് താൻ എത്തിയതെന്നും എത്തില്ല എന്ന വാർത്തകൾക്ക് അധികം ആയുസില്ല എന്ന കാര്യം നിങ്ങൾക്ക് മനസ്സിലായില്ലേ എന്നതുമായിരുന്നു അദ്ദേഹത്തിന്റെ ചോദ്യം. ഈ അച്ചടക്ക നടപടിയുമായി ബന്ധപ്പെട്ട വാർത്തകളെയും വിമർശനങ്ങളെയും എല്ലാം അദ്ദേഹം പൂർണ്ണമായും തള്ളിക്കളയുന്നതാണ് നമ്മൾ കണ്ടത്. അദ്ദേഹം പറഞ്ഞത് ഈ എൽ.ഡി.എഫ് കൺവീനർ സ്ഥാനവും ഇ.പി. ജയരാജൻ എന്ന പൊതുപ്രവർത്തകന്റെ സ്ഥാനവും നിങ്ങൾ ഉദ്ദേശിക്കുന്നത് പോലെ അത്ര പെട്ടെന്ന് ഉപേക്ഷിച്ച് കളയാനോ അച്ചടക്ക നടപടിയിലോ പുറത്താക്കാനോ കഴിയുന്നതല്ല എന്നും അച്ചടക്ക നടപടിക്കുള്ള ഒരു സാധ്യതകളും നിലവിൽ നിലനിൽക്കുന്നില്ല എന്നതുമാണ് അദ്ദേഹം പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം. അതിനോടൊപ്പം തന്നെ ശോഭാ സുരേന്ദ്രനെയും ബി.ജെ.പിയെയും അടച്ചാക്ഷേപിക്കാനും അദ്ദേഹം ഈ ഘട്ടത്തിൽ മറന്നില്ല. ബി.ജെ.പിയിൽ ബുദ്ധിയുള്ളവരാരെങ്കിലും പോകുമോ എന്നതാണ് അദ്ദേഹത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഇന്നത്തെ ചോദ്യം. ഇ.പി. ജയരാജനെ പോലെയുള്ള സംസ്ഥാനത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കമ്മ്യൂണിസ്റ്റ് പൊതുപ്രവർത്തകനായ നേതാവ് ബി.ജെ.പിയിൽ പോകുന്നത് അയ്യയ്യെ എന്തൊരു വൃത്തികേടാണ്, അത്തരം ചർച്ചകൾ ഉയരുന്നത് പോലും എന്ന വാക്കാണ് അദ്ദേഹം പ്രധാനമായും മുന്നോട്ട് വെച്ചത്. ബുദ്ധിശൂന്യരായിട്ടുള്ളവർ മാത്രമേ ബി.ജെ.പിയിലേക്ക് പോവുകയുള്ളൂ. ശോഭാ സുരേന്ദ്രൻ ഈ പറയുന്നത് പോലെ ഒരു തവണ പോലും അദ്ദേഹത്തെ ആ സ്ത്രീയെ നേരിട്ട് കണ്ടിട്ടില്ല എന്നും ഈ ഉമ്മൻചാണ്ടിയുടെ സംസ്കാര ചടങ്ങുമായി ബന്ധപ്പെട്ട ദിവസം മാത്രമാണ് ദൂരെ നിന്ന് ശോഭാ സുരേന്ദ്രനെ താൻ കണ്ടതെന്നുമുള്ള ആ ഒരു നിലപാടിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ് ഇപ്പോഴും ഇ.പി. ജയരാജൻ. ശോഭാ സുരേന്ദ്രനുമായി ഒരു തരത്തിലുള്ള ബന്ധവുമില്ല. അവരുമായി കൂടിക്കാഴ്ച നടത്താനോ ചർച്ച ചെയ്യാനോ താൻ ആഗ്രഹിക്കുന്നില്ല. അത്രയും മോശമായ പ്രസംഗങ്ങളും വാക്കുകളും പുറപ്പെടുവിക്കുന്ന ഒരു വ്യക്തിയാണ് ശോഭാ സുരേന്ദ്രൻ. അതുകൊണ്ട് തന്നെ അത്തരത്തിലേക്കുള്ള ഒരു സാധ്യതകളും നിലവിലില്ല. ശോഭ പറയുന്ന ഹോട്ടലിൽ താൻ പോയിട്ട് പോലും ഇതുവരെയും പോയിട്ടില്ല എന്നതാണ് ഇ.പി. ജയരാജൻ ഇപ്പോൾ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം. അതോടൊപ്പം തന്നെ ദല്ലാൽ നന്ദകുമാറിനെയും തന്നെയും ചേർത്ത് പല തരത്തിലേക്കുള്ള ഊഹാപോഹങ്ങൾ പ്രചരിപ്പിക്കുമ്പോൾ എന്താണ് ദല്ലാൽ നന്ദകുമാർ
സർക്കാർ മുൻ കേന്ദ്രമന്ത്രി പ്രകാശ് ജാവദേക്കറും തമ്മിലുള്ള ബന്ധം എന്നതാണ് പ്രധാനമായും അന്വേഷിക്കേണ്ടതായിട്ട് ഉള്ളത്. ദല്ലാൽ നന്ദകുമാർ, പ്രകാശ് ജാവദേക്കർ, ശോഭാ സുരേന്ദ്രൻ ഇവരുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിലാണ് കൃത്യമായും അന്വേഷണവും ചർച്ചകളും ഉയർന്നു വരേണ്ടത്. ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലയിലും ഒരു വ്യക്തി എന്ന നിലയിലും താൻ പലരുമായും കൂടിക്കാഴ്ച നടത്തും. അതെല്ലാം പാർട്ടിയെ അറിയിക്കേണ്ടതായിട്ടില്ല. അത് വ്യക്തിപരമായ കൂടിക്കാഴ്ചകളാകാം. അവിടെ രാഷ്ട്രീയം സംസാരിക്കാത്തിടത്തോളം ആ കൂടിക്കാഴ്ചകൾ ഒരു തരത്തിലും നേരത്തെ സൂചിപ്പിച്ചതുപോലെ പാർട്ടിയിൽ റിപ്പോർട്ട് ചെയ്യേണ്ടതായിട്ടില്ല എന്നതാണ് അദ്ദേഹം പറയുന്നത്. ഇന്നത്തെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി തന്നെയാണ് അദ്ദേഹം എത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇനി വരും മണിക്കൂറുകളിൽ തീർച്ചയായും ഗോപാലൻ